ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ബേപ്പൂർ ഹാർബറിലാണ്. ബേപ്പൂർ ഹാർബറിൽ നമ്മൾ വന്നിട്ടുള്ള മീൻ എടുക്കാൻ വേണ്ടിയാണ്. ബോട്ടുകാരുടെ മീനാണ് നമ്മൾ എടുക്കാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബോട്ടുകാരുടെ മീൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് ഏകദേശം 4 മണി 3 മണിക്കാണ് നമ്മളിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മീൻ ഇറക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ലേലം വിളി ഏകദേശം നടക്കുന്ന 5 മണി 5:30 അതുപോലെ തന്നെ 4 മണിയോടുകൂടി ലേലം വിളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ മീൻ ഇറക്കുന്ന സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അടുത്തുള്ള ഹാർബറിൽ അതുപോലെ തന്നെ നമ്മൾ ഏകദേശം നമ്മൾ ഉൾപ്പെടുന്ന തൊട്ടടുത്തുള്ള ഹാർബറുകളിലും കാര്യങ്ങളിലും മീൻ വഞ്ചിക്കാരിക്ക് വളരെ മോശമാണ്. അതുപോലെ തന്നെ വള്ളം വലി അതുപോലെ തന്നെ വള്ളവയ്ക്കുന്ന കാരണം കൊണ്ടുണ്ടെല്ലാം വഞ്ചിക്കാരിക്ക് മോശമാണെങ്കിലും ബോട്ടുകാർക്ക് നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ബോട്ട് മീൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേപ്പൂർ ഹാർബറിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ മീനിൻ്റെ വിലയും അതുപോലെ തന്നെ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പിടിച്ചിട്ടുള്ള മീൻ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ്. വളരെയധികം കുറഞ്ഞ റേറ്റിൽ അതുപോലെ തന്നെ നല്ല റേറ്റിലും പോയിട്ടുള്ള മീനുകളുണ്ട്. മീനിൻ്റെ ക്വാളിറ്റിനനുസരിച്ചായിരിക്കും ഇവിടെ വില പോകുന്നത്. ബോട്ടുകാരുടെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതുപോലെ തന്നെ വൃത്തിക്ക് അനുസരിച്ച് നല്ല അടിപൊളി വൃത്തിയുള്ള മീനാണെങ്കിൽ അതിൻ്റെ റേറ്റിലേക്ക് ആ മീൻ പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്വാളിറ്റി കമ്മിയാണെങ്കിൽ ആ മീനിൻ്റെ വിലയും കുറയുന്നതായിരിക്കും. വഞ്ചിക്കാരെ പോലെ ഒരു തരത്തിലുള്ള മീനോ അല്ലെങ്കിൽ 2 തരത്തിലുള്ള മീനല്ല, ബോട്ടുകാരെടുക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള മീനുകൾ അതുപോലെ തന്നെ ഒരുപാട് മിക്സ് ആയിട്ടുള്ള മീനുകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി വൃത്തിയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി മീനുകൾ നമുക്ക് കാണാൻ പറ്റും. കൂടുതലായിട്ടും ബോട്ടിൽ പണിക്കുന്ന ചേട്ടന്മാരും ആളുകളൊക്കെ മീനിറക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഓരോ മീനിൻ്റെ കാഴ്ചകളും കാണുന്ന പല തരത്തിലുള്ള മീനുകൾ സീഡി ഉണ്ട്, അതുപോലെ തന്നെ പുതിയാപ്പിളക്കോര, അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള കരണക്കോര, പല തരത്തിലുള്ള പല പേരിൽ അറിയപ്പെടുന്ന പല മീനുകളാണ് നമ്മൾ ഈ ഹാർബറിൽ വന്നിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോട്ടിൽ നിന്ന് മീനിറക്കി ട്രപ്സിലാക്കി അത് നേരെ നമ്മുടെ വണ്ടിയിലേക്ക് വെച്ചിട്ട് ഉന്തി കൊണ്ടുപോയി ലേലപ്പുരയുടെ അടുത്ത് വെക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പണികളൊക്കെ ചെയ്യുന്നത് ഏകദേശം 4 മണി വെളുപ്പിന് 4 മണിക്കാണ്. അതുപോലെ തന്നെ കലുവ പല തരത്തിലുള്ള പല അടിപൊളി മീനുകൾ ഇറക്കുന്നുണ്ട് ബോട്ടിൽ നിന്ന്. അതുപോലെ തന്നെ യൂണിയൻകാരാണ്, നമ്മുടെ ഹാർബറിൽ പോലെയല്ല, യൂണിയൻകാരാണ് അവിടെ മൊത്തത്തിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബോട്ടിൽ നിന്ന് മീൻ ഇറക്കുന്ന പണി മാത്രമാണ് ബോട്ടിൽ കയറുന്ന ചേട്ടന്മാർക്കുള്ളത്. അതുപോലെ തന്നെ സ്റ്റോറേജിൽ നിന്ന് മീൻ പൊക്കിയെടുത്തുകൊണ്ട് നമ്മളെ കരയിലേക്ക് വെച്ച് കൊടുക്കുന്ന ആ മീൻ കൊണ്ടുപോകുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന യൂണിയനിലുള്ള ആളുകളാണ്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഹാർബറിലുമായിട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഹാർബറിൽ വഞ്ചിക്കാരുടെ മീൻ വിൽക്കുന്ന പോലെയല്ല ബോട്ടുകാരുടെ മീൻ വിൽക്കാറുള്ളത്. ബോട്ടുകാരുടെ മീൻ എന്ന് പറഞ്ഞാൽ തൂക്കത്തിനാണ് മീൻ കൊടുക്കാറുള്ളത്. അപ്പോൾ തൂക്കത്തിൻ്റെ വിലയാണ് നമ്മൾ നോക്കാറുള്ളത്. തൂക്കം വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിട്ടുള്ള മീനിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വലിയ മീനല്ലാതെ ഫുള്ള് ചെറിയ മീനിക്ക് പോയിട്ടുള്ള 100 രൂപേൻ്റെ താഴേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഐക്കൂറയും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള 300-400 രൂപ kg ഇടയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ മച്ചാമാരെ, നമുക്ക് ലേലം വിളിയാണ് കാണാൻ പോകുന്നത്. ലേലം വിളി നോക്കാം. 2400, 2400, 2500, 2500, 2500, 2500, 2500, 2500, 2500, 2500, 2900, 2900, 4500, 4500, 4500, 4500, 4500, 4500, 4500, 4500, 4500, ചോദിക്കാ അപ്പോൾ 700 രൂപ, 700 കുറവാക്കല്ല. ആ വിളിച്ച് 2500 ആളുണ്ട്. 2500 2500, 2500, 2500, 2600, 2600, 2600, 2600, ചമര നമ്മൾ വില കേട്ടതാണ്. വില ഓരോ കൂട്ടം മീനുകൾക്ക് വില പറയുന്നത് കേട്ടാണ് നമ്മൾ 2500 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ 2500 രൂപയിൽ 200 അതുപോലെ തന്നെ 300 രൂപയൊക്കെ കുറവുണ്ടാവും. നമുക്ക് അതിൻ്റെ ബാക്കി പൈസ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളത്. സോൾവ് എന്ന് പറയും. സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതിൻ്റെ എത്ര ശതമാനം പൈസ നമ്മൾ കീച്ചിട്ട് പൈസ കൊടുത്താൽ മതി. അതുപോലെ തന്നെ പല തരത്തിലുള്ള നല്ല വൃത്തിയുള്ള ഫ്രഷ് ആയിട്ടുള്ള മീനിൻ്റെ വില കേട്ടിട്ട് നമ്മൾ തന്നെ നെട്ടിപ്പോയി. അത്രയും കുറഞ്ഞ വിലക്ക് മീൻ അവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ച് നമ്മൾ മീനിൻ്റെ വില പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീനിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയാപ്പിളക്കോരക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്, 90 രൂപയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തളയം വന്നിട്ടുള്ള ഏകദേശം 80 രൂപ 85 രൂപയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള മറ്റ് മിക്സ് ആയിട്ടുള്ള ചെറുകിട മീനുകൾക്ക് മൊത്തമായിട്ടുള്ള വില വന്നിട്ടുള്ളത് 100 രൂപയുടെ താഴേക്കാണ്. തളയാനെന്നൊക്കെ പറയാൻ നല്ല അടിപൊളി സ്റ്റീൽ തളയാനിക്കാണ് വെറും 85 രൂപയ്ക്ക് നമ്മുടെ ഹാർബറിൽ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ കണ്ണാപ്പി അതുപോലെ തന്നെ പല തരത്തിലുള്ള മീനുകളുണ്ടായിരുന്നു നമ്മുടെ ഹാർബറിൽ. ചോപ്പങ്കോര ഉണ്ടായിട്ടുണ്ട്, അതിനെല്ലാം ഏകദേശം 80 രൂപയൊക്കെയാണ് kg വന്നിട്ടുള്ളത്. CD ഏകദേശം 70 രൂപയാണ് വന്നിട്ടുള്ളത്. പല തരത്തിലുള്ള മീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മീനുകൾക്കൊക്കെ റേറ്റ് വളരെ കമ്മിയാണ്. വലിയ മീൻ ഐക്കൂറയും മറ്റുള്ള മീനുകൾക്ക് മാത്രമാണ് വില എന്ന് പറഞ്ഞാൽ 400 രൂപയാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത്. 400 രൂപയ്ക്കാണ് ഐക്കൂറ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു മീൻ. അപ്പോൾ മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീനിൻ്റെ അതുപോലെ തന്നെ മീനിൻ്റെ വിശേഷങ്ങളുമായി ഒരുപാട് ഹാർബറുമായി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ.